നമസ്കാരം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് CPM നേതാക്കന്മാര് ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകളിൽ അതിന്റെ ശേഷിപ്പായിട്ട് CPMന്റെ അനുഭാവികള്, അവരുടെ നേതാക്കന്മാര്, വലിയ നേതാക്കന്മാര്, മുഴുത്തവന്മാര് ഒക്കെ അതിനെ എങ്ങനെ ന്യായീകരിക്കും എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ സിനിമാ നടൻ സുരേഷ് ഗോപി, ഇപ്പോഴത്തെ MP അഥവാ ഇപ്പോഴത്തെ മന്ത്രി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ തട്ടി എന്ന് പറഞ്ഞ് ഹാലിളകി തുള്ളിമറിഞ്ഞ CPMന്റെ വനിതാ നേതാക്കള്, മാധ്യമ ഊളകള്, പിന്നെ കുറച്ച് ജനകീയ വിശ്വാസികളിൽ നിന്ന് നമ്മളെ ധരിപ്പിക്കുന്ന അങ്ങനെ കുറെ പേര്, കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാര്, അങ്ങനെ ഒരുപാട് അവളുമാരും അവന്മാരും കടന്ന് തുള്ളിമറിഞ്ഞതാണ്. അവസാനം സുരേഷ് ഗോപിക്ക് റിലീഫ് കിട്ടിയത് കോടതിയിൽ നിന്നാണ്. കേസ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് തൽക്കാലം ധാരണയില്ല, ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല. അപ്പം സുരേഷ് ഗോപിക്ക് എതിരെ ഉണ്ടായ കേസുകള്, കോലാഹലങ്ങള് എല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പം ഈ കഥ പറയുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കഥയോടെ കേൾക്കണം. നിങ്ങളിൽ പലർക്കും അറിയാം, ആലപ്പുഴ ജില്ലയിലെ ഒരു ജഡ്ജിയുടെ ഭാര്യ കൊല്ലം ജില്ലയിലെ ഒരു സുപ്രധാന പദവി വഹിച്ചിരുന്ന ഒരു വക്കീൽ ലേഡി, അവരുടെ സഹമുറിയന്റെ പീഡനങ്ങൾ കാരണം, ശല്യങ്ങൾ കാരണം ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായത് നമ്മളുടെ കൊല്ലം ജില്ലയിലാണ്. ഇനിയും വേണം നമ്മൾ ഈ പറയുന്ന അടുത്ത പീഡന വീരന്റെ CITUവിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാനെ പറ്റി നമ്മൾ അന്വേഷിക്കാൻ. 74 വയസ്സുണ്ടെന്ന് പറയുന്ന ഇവന് പെൺകുട്ടികളെ, പ്രത്യേകിച്ചും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കാണുമ്പോൾ ഭയങ്കര കിരികിരിപ്പാണ്. അത് ഞരമ്പരോഗത്തിന്റെ തെളിഞ്ഞു വന്ന ഒരു വേർഷനാണ്. അവൻ ഇത്തരം പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, അങ്ങനെ കുറച്ച് ശേഷക്രിയകൾ ഇവൻ നടത്താറുണ്ട്. ഇവനെതിരെ അങ്ങനെ ഒരുപാട് പരാതികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ CPM എന്ന് പറയുന്ന, CPMന്റെ CIT എന്ന് പറയുന്ന സംഘടനയുടെ സംരക്ഷണമുള്ളതുകൊണ്ട് ഇവനെതിരെ ഇന്ന് വരെ ഒരു നടപടികളും എങ്ങും ഉണ്ടായിട്ടില്ല. അതിലെല്ലാം ഉപരി ജനങ്ങൾ പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു, ഇവന്റെ ശിഷ്യരാണ് കേരളത്തിലെ പല കോടതികളിലും പ്രവർത്തിക്കുന്ന മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും എന്ന്. അപ്പം പിന്നെ നമ്മളുടെ അവസ്ഥ എന്ന് പറയണോ? കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഒരു ജഡ്ജിയുടെ ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിച്ച ഈ CPM സാധാരണക്കാരന്റെ അവസ്ഥ എങ്ങനെ ആക്കി തീർക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ 24 വയസ്സുള്ള വക്കീല് ആയ പെൺകുട്ടിയുടെ ഇന്നത്തെ ദുരവസ്ഥ. അവര് കൊടുത്ത പരാതിയിൽ പോലീസിന് ഈ കള്ള ഫ്രോഡിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഞരമ്പ് രോഗിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർക്കെതിരെ ഈ ഞരമ്പ് രോഗിയുടെ മകൻ കൊടുത്ത പരാതിയിൽ ആ സ്ത്രീക്കും വക്കീലിനും അവരുടെ ഭർത്താവിനുമെതിരെ കേസെടുത്ത് മാതൃക കാണിച്ച നമ്മുടെ പോലീസും നമ്മളുടെ CPM സംവിധാനവും, ആ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തറിയേണ്ട ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് തുള്ളിമറിയുന്ന ഒരു നേതാവാണ് ബിന്ദു നേതാവ്. കൊല്ലത്തെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. അവര് പോലും ഈ വിഷയത്തില് ചിപ്പോന്നും മിണ്ടിയിട്ടില്ല. കാര്യം ഭയഭക്തി ബഹുമാനമായിരിക്കാം, അതല്ലെങ്കിൽ ഒരുമാതിരി ഗീവ് ആൻഡ് ടേക്ക് സംവിധാനമായിരിക്കാം, എന്തായാലും വേണ്ടിയില്ല. സുരേഷ് ഗോപിയോട് കാണിച്ച ആ അനീതി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ, നമ്മുടെ നാട്ടിലെ സ്ത്രീപക്ഷവാദികളോ ഒരുത്തർ പോലും ഒരക്ഷരം ഇതേവരെ മിണ്ടിയിട്ടില്ല. എന്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ ഇതിനകത്തിൽ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നീതി വ്യവസ്ഥ. അഥവാ പോലീസുകാരൊന്നും അല്ല കേസെടുക്കുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും.
അത് മറ്റാരോ ആണ്. ഒരുപക്ഷെ ഇവൻ അവിടുന്ന് മുങ്ങി ഓടി ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന് തേടുകയായിരിക്കാം, അപേക്ഷിക്കുകയായിരിക്കാം. നമ്മളുടെ കോടതികളിൽ നിന്ന് കൊടുക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കത്ര വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കിട്ടുമായിരിക്കാം. പക്ഷേ ഇതിനകത്ത് പുറത്തു പറയാത്ത ഒരു കഥ ഇന്ന് ഞാൻ കേട്ടത് പറയാം. രഹസ്യമാണ്. കേരളത്തിൽ നിന്ന് ആണോ തമിഴ്നാട്ടിൽ നിന്നാണോ ഇതൊന്നും എനിക്കറിയില്ല. ഒരു വലിയ തുകയുടെ പിടിച്ചുപറി നടന്നിട്ട് പ്രതികളെ തേടി പോലീസ് പരക്കം പായുന്നത്. തൽക്കാലം എത്ര അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ പോലീസ് തന്നെ ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. തുക വലിയ തുകയാണ്. മലയാളികൾ അതൊക്കെ ഒന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന എല്ലാ പോക്രിത്തരങ്ങൾക്ക് ശേഷം നമ്മുടെ നേതാക്കന്മാര്, പ്രത്യേകിച്ചും ഗുണ്ടകള്, കൊലപാതകങ്ങള് ഒക്കെ ഉടനെ പാഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. കാര്യം ഇവിടെ അവന്മാർക്കൊക്കെ സേഫാണ് കാര്യങ്ങൾ. കാര്യം ഇവിടുത്തെ ആൾക്കാർക്കോ ഇവിടുത്തെ പോലീസിനോ അറിയില്ല ഇവന്മാര് നാട്ടിൽ കൊള്ളയടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെ കൊലപാതകം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അവരറിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവന്മാര് ജാമ്യമൊക്കെ എടുത്ത് തിരിച്ചങ്ങി ചെല്ലും. അപ്പൊ ഈ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ 74 വയസ്സുള്ള ഇവന്, എടാ ഉവേ എനിക്ക് വയസ്സ് 60 ഉണ്ട്. എല്ലാ ദിവസവും ഒന്നും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കിടക്കാനൊന്നും വരുന്നില്ല. എന്നിട്ട് എനിക്ക് അങ്ങനെ അത്രയും വലിയ ചരമ്പ് രോഗം നിന്റെ അത്രയും ഉണ്ടാകുന്നില്ലല്ലേ? അതെന്താ? പേടി കൊണ്ടാ, മാനഭയം കൊണ്ടാണ്. നിനക്ക് മാനഭയം ഇല്ലാത്തത് കൊണ്ടാണ് നീ പെൺകുട്ടികളെ കാണുമ്പം ഇത്തരം കോക്രി കാണിക്കുന്നത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല സാമ്പാർ കൂട്ടി ഉണ്ടാത്തതിന്റെ കുഴപ്പമാണ് നിനക്ക്. നിന്റെ ഈ 74 വയസ്സിലും ഈ ഞരമ്പ് രോഗം നീ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സാമ്പാർ കൂട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ സോക്കേട്. അതിനാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ ഞരമ്പ് രോഗികളുടെ വരി അടച്ചു വിടാനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടാകണം. അതിന് തക്ക നിയമം ഉണ്ടാകണം, അതിന് തക്ക നിയമവ്യവസ്ഥിതി ഉണ്ടാകണം. സർക്കാരുകളും പോലീസും കൃത്യമായി നടപടിയെടുക്കുമെന്നുള്ള ഒരു ആർജവം ഉണ്ടാകണം. അതൊന്നും ഉണ്ടാകാത്തിടത്തോളം കാലം ഇന്ന് ഞാൻ അറിയുന്നു 77 വയസ്സുള്ള ഒരു സ്ത്രീയെ 25 വയസ്സുള്ള ഒരു ഞരമ്പ് രോഗി ഇവനെ പോലെ ഒരുത്തൻ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തു. ആ സ്ത്രീ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണെന്ന്. ഇതെല്ലാം നടക്കുന്നത് കേരളത്തിലാണ്. നിങ്ങൾക്ക് മലയാളികൾക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഉളുപ്പുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം. ഈ CPM എന്ന് പറയുന്ന ഈ കൊള്ളസംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങളും അക്രമ രാഷ്ട്രീയവും കൊള്ളരുതായ്മകളും ചോദ്യം ചെയ്യണം. എപ്പോ വരെ ചോദ്യം ചെയ്യുന്നില്ല? നിങ്ങളുടെ കാര്യം പൊക്കാണ് മക്കളെ.